നമഃ ശിവായ 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 നമഃ ശിവായ. ശ്രീപരമേശ്വരൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു ഭാഗവത സത്രം നടക്കുന്നത്. ആ ശ്രീപരമേശ്വരൻ രാധാദേവിയെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ് രാധാ കൃപാ കടാക്ഷ സ്തോത്രം. ആ ഒരു സ്തോത്രം ഒന്ന് പാരായണം ചെയ്തിട്ട് പ്രഭാഷണത്തിലേക്ക് കിടക്കാം. ജയ ജയ ശ്രീരാധേശ്യാം മുനീന്ദ്രവൃന്ദവന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്നവക്ത്രപങ്കജേ നികുഞ്ജഭൂവിലാസിനി വ്രജേന്ദ്രഭാനുനന്ദിനി വ്രജേന്ദ്രസൂനുസംഗതേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം അശോകവൃക്ഷവല്ലരീവിധാനമണ്ഡപസ്ഥിതേ പ്രവാളജ്വാലപല്ലവപ്രഭാരുണാഘ്രികോമളേ വരാഭയൽ സ്ഫുരൽക്കരേ പ്രഭൂതസമ്പദാലയേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം അനംഗരംഗമംഗളപ്രസംഗഭംഗുരഭ്രുവാം സുവിഭ്രമം സസംഭ്രമം ദൃഗന്ധബാണപാദനൈ നിരന്തരം വശീകൃതപ്രതീതനന്ദനന്ദനേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം തടിൽ സുവർണചമ്പകപ്രദീപ്തഗൗരവിഗ്രഹേ മുഖപ്രഭാപരാസ്തകോടിശാരദേന്ദുമണ്ഡലേ വിചിത്രചിത്രസഞ്ചരച്ചകോരശാവലോചനേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം മദോന്മദാദിയൗവനേ പ്രമോദമാനമണ്ഡിതേ പ്രിയാനുരാഗരഞ്ജിതേ കലാവിലാസപണ്ഡിതേ അനന്യധന്യകുഞ്ചരാജകാമകേളികോവിദേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം അശേഷഹാവഭാവധീരഹീരഹാരഭൂഷിതേ പ്രഭൂതശാദകുംഭകുംഭകുംഭികുംഭസുസ്തനീ പ്രശസ്തമന്ദഹാസ്യചൂർണപൂർണസൗഖ്യസാഗരേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം മൃണാളബാലവല്ലരീതരംഗരംഗദോർളതേ ലതാഗ്രലാസ്യലോലനീലലോചനാവലോകനേ ലലല്ലുലന്മിലന്മനോജ്ഞമുഗ്ധമോഹനാശ്രയേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം സുവർണമാലികാഞ്ചിതേ ത്രിരേഖകമ്പുകണ്ഠകേ ത്രിസൂത്രമംഗലീഗുണത്രിരത്നദീപ്തിദീധിതി സലോലനീലകുന്തളേ പ്രസൂനഗുച്ഛഗുംഭിതേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം നിദംബബിംബലിംബമാനപുഷ്പമേഖലാഗുണ പ്രശസ്തരത്നകിങ്കിണീ കലാപമധ്യമഞ്ജുളേ കരീന്ദ്രശുണ്ഡദണ്ഡികാപരോഹശോഭഗോരുകേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം അനേകമന്ത്രനാദമഞ്ജുനൂപുരാരവസ്ഖലൽ സമാജരാജഹംസവംശനിക്വണാദിഗൗരവേ വിലോലഹേമവല്ലരീ വിഡംബിചാരുചംക്രമേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം അനന്തകോടിവിഷ്ണുലോകനമ്രപത്മജാർച്ചിതേ ഹിമാദ്രിജാപുലോമജാവിരഞ്ജിജാവരപ്രദേ അപാരസിദ്ധിവൃദ്ധിദിഗ്ധസത്പദാങ്കുലീനഖേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം മഹേശ്വരീ ക്രിയേശ്വരീ സുധേശ്വരീ സുരേശ്വരീ
ത്രിവേദഭാരതീശ്വരി പ്രമാണശാസനേശ്വരി രമേശ്വരി ക്ഷമേശ്വരി പ്രമോദകാനനേശ്വരി ബ്രജേശ്വരി ബ്രജാധിപേ ശ്രീരാധികേ നമോസ്തുതേ. ബ്രജേശ്വരി ബ്രജാധിപേ ശ്രീരാധികേ നമോസ്തുതേ. ഇതീദമത്ഭുതസ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം ഭവേത്തദൈവ സഞ്ചിതത്രിരൂപകർമ്മനാശനം ലഭേത്തദാ വ്രജേന്ദ്രസൂനുമണ്ഡലപ്രവേശനം. രാഗായാം ച സിതാഷ്ടമ്യാം ദശമ്യാം ച വിശുദ്ധയാ ഏകാദശ്യാം ത്രയോദശ്യാം യ പഠേൽ സാധകസ്തുതി യം യം കാമയത്തെ കാമം തം തം പ്രാപ്നോതി സാധക. രാധാ കൃപാകടാക്ഷേണ ഭക്തി സ്യാൽ പ്രേമലക്ഷണ. ഊരുമാത്രേ മാനാഭിമാത്രേ ഹൃന്മാത്രേ കണ്ഠമാത്രകേ രാധാകുണ്ഠജലേ സ്ഥിത്വായ പഠേൽ സാധകശതം. തസ്യ സർവാർത്ഥസിദ്ധി സ്യാൽ വാഞ്ചിതാർത്ഥഫലം ലഭേത്. ഐശ്വര്യം ച ലഭേത് സാക്ഷാൽ ദൃശാ പശ്യതി രാധികാം. തേന സാതൽക്ഷണാദേവ തുഷ്ടാദത്തേ മഹാവരം. യേന പശ്യതി നേത്രാഭ്യാം തൽപ്രിയം ശ്യാമസുന്ദരം. നിത്യലീലാപ്രവേശം ച ദദാതി ശ്രീബ്രജാധിപ. അത പരതരം പ്രാപ്യം വൈഷ്ണവാനാം ന വിദ്യതേ. ജയ ജയ ശ്രീരാധേശ്യാം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. വരദനാരായണായ നമ. ഗുരുനാഥൻ തുണചെയ്ക സന്തതം. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം. യഥാ തുച്ചരണാംഭോജേ രതിസ്യാൽ അനപായിനി. സാരഥ്യവേലയിൽ അതീവ സാമർഥ്യമേറുന്നൊരു കൃഷ്ണനെൻ്റെ മനോരഥം തന്നിലിരുന്നു കൊണ്ട് സാരഥ്യവേല തുടർന്നിടയണം. അഖിലഗുരോ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സദാ രാധേതി കൃഷ്ണേതി ജപേന മമ ജീവനം. ഇത്തം പ്രാർത്ഥയതേ നിത്യം കേശവം മദ്ഗുരും നമ. വന്ദേഹം പേരിഴും പെരുമ്പള്ളി വാഴും ശ്രീ കേശവഗുരുനാഥ പാദപത്മം. ശങ്കൊണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട്. കാലിൽ ചിലമ്പ് ചിലമുത്തുപടം കഴുത്തിൽ. ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനെല്ലൂർ കാത്യായനി. ശരണമിന്നിഹ കൈ തൊഴുന്നേൻ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മയെന്ന് വിളിച്ചാൽ ഉടനെ തന്നെ കൂടെ നാരായണ എന്ന് വിളിച്ച് ശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മ നാരായണനാണ്. അച്ഛനല്ലേ നാരായണൻ? പുരുഷനല്ലേ? ആരുടെ വയറ്റിൽ നിന്ന് നമ്മൾ വന്നു, ആരുടെ വയറ്റിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്, ആ ആളെയല്ലേ അമ്മ എന്ന് പറയുക. അപ്പോൾ ഈ ലോകം മുഴുവൻ ആരുടെ വയറ്റിലായിരുന്നു? നാരായണൻ്റെ വയറ്റിലായിരുന്നില്ലേ? ആ നാരായണൻ്റെ വയറ്റിൽ നിന്നല്ലേ താമര ഉണ്ടായത്, അവിടുന്ന് ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും അമ്മ ആരാ? നാരായണനല്ലേ? നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഭഗവതിയെ ആണെന്ന് വിചാരിക്കാറുണ്ട്. ആയിക്കോട്ടെ, രോഗമൊന്നുമില്ല. പക്ഷേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ടും എന്ത് വിളിക്കാം? അമ്മേന്ന് വിളിക്കാറുണ്ടോ? കണ്ണനെ തൊഴാനായി ആ വാതിൽ മാടത്തിൽ നിൽക്കുമ്പോൾ അമ്മേന്ന് വിളിക്കാറില്ലേ? അല്ലേ? കണ്ണാന്നേ വിളിക്കാറുള്ളൂ അല്ലേ? ഏത് വിളിച്ചാലും വിളി കേൾക്കണ ഭഗവാൻ തന്നെയാണ്. ഇനിയിപ്പോൾ അമ്മയെന്ന് വിളിച്ചാലും അത് ഗുരുവായൂരപ്പന് കൂടുതൽ യോജിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും അമ്മയാണ് ഈശ്വരൻ. ബ്രഹ്മാവിന് വേറൊരു അമ്മയുണ്ടോ? ഭഗവാനല്ലാണ്ടേ. മഹാദേവന് വേറൊരു അമ്മയുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം ഭഗവാന്റെ വയറ്റിൽ നിന്നല്ലേ വന്നത്. ആ ഭഗവാൻ അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയെന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പൻ വിളി കേൾക്കും. അമ്മയെന്ന് വിളിച്ചാൽ ഭഗവതി മാത്രമല്ല വിളി കേൾക്കുക, ഗുരുവായൂരപ്പനും വിളി കേൾക്കും. ആ ഗുരുവായൂരപ്പൻ
നേരിട്ട് പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾക്ക് പുറമേ ഭക്തന്മാരിലൂടെ ആണ് കൂടുതലായിട്ടും പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാ അവതാരത്തിലും ഒന്നും ഭഗവാൻ ഉപദേശം കൊടുത്തിട്ടില്ല. മത്സ്യാവതാരത്തിൽ കൊടുത്തിട്ടുണ്ട്. മത്സ്യാവതാരത്തിൽ വൈവസ്വത മനുവിന് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് മത്സ്യപുരാണമായിട്ട് എഴുതി വെച്ചത്. എന്നാൽ കൂർമാവതാരത്തിലോ വരാഹാവതാരത്തിലോ ഒന്നും ഉപദേശം ആർക്കും കൊടുത്തിട്ടില്ല. നരസിംഹമൂർത്തി പിന്നെ ഉപദേശിക്കാന്നല്ല, ആരെങ്കിലും അടുത്തേക്ക് ചെന്നാലല്ലേ ഉപദേശിക്കാൻ പറ്റുള്ളൂ. പ്രഹ്ലാദൻ മാത്രമാണോ ഒന്ന് അടുത്തേക്ക് തരുന്നത്. ഉപദേശമൊന്നും ഉണ്ടായിട്ടില്ല. വാമനമൂർത്തിയും കാര്യമായിട്ട് പരശുരാമനോ ഒന്നും ഉപദേശം ഉണ്ടായില്ല. ശ്രീരാമഭഗവാൻ ലക്ഷ്മണനെ മുൻനിർത്തി ചില ഉപദേശങ്ങൾ ലക്ഷ്മണോപദേശമായിട്ട് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ബലരാമനും വലിയ ഉപദേശമൊന്നും കൊടുത്തിട്ടില്ല. രുക്മിണിക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. കൃഷ്ണൻ്റെ മഹത്വത്തെക്കുറിച്ച് കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് ചില കാര്യങ്ങൾ ബലരാമഗീത എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും അധികമൊന്നുമില്ല. എന്നാൽ കൃഷ്ണൻ അങ്ങനെയല്ല, സകല ആളുകളെ ഉപദേശിച്ചിട്ടുണ്ട്. ഗോപികമാരെ സമന്തപഞ്ചകത്തിൽ വെച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഉദ്ധവർക്കും അർജുനും ഉപദേശിച്ചിട്ടുണ്ട്. അനവധി ആളുകൾക്ക്, നാരദമഹർഷിക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ജീവിതം കണ്ട് പഠിച്ചോളാൻ പറയൂ കേട്ടോ. എൻ്റെ ഈ ജീവിതം ധർമ്മസ്യ വക്താഹം കർത്താദത് അനുമോദിത എന്ന് കർഹിജിൽ അധ്യായത്തിൽ പറയും. ഞാൻ ധർമ്മം പറയുന്ന ആൾ മാത്രമല്ല കേട്ടോ നാരദ, ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നയാളും ധർമ്മം അനുഷ്ഠിക്കുന്നവരെ അനുഗ്രഹിക്കുന്നയാളും ധർമ്മം അനുഷ്ഠിക്കാത്തവരെ ശിക്ഷിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ കേട്ടോ എന്ന് മനസ്സിലാക്കിക്കോളൂ. ഭഗവാന്റെ കുടുംബജീവിതം കണ്ട് നാരദമഹർഷി അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ പറഞ്ഞതാണ്. ഭയപ്പെടണ്ട കേട്ടോ, എൻ്റെ ഈ കുടുംബജീവിതം, നാരദമഹർഷി കുടുംബജീവിതമൊന്നുമില്ല അല്ലേ. അദ്ദേഹത്തിന് ഉദ്ധവരെ പോലെയാണ് ജഗത് ഏകബന്ധുന, ലോകത്ത് ഒരേ ഒരു ബന്ധു നാരായണമൂർത്തി മാത്രം ഭഗവാൻ അല്ലേ. പിന്നെ എന്തിനാ ഈ നാരദമഹർഷിയെ കൊണ്ട് കുടുംബജീവിതം മുഴുവൻ കാണിപ്പിച്ചത്? കാരണം ഓരോ ഭാര്യമാരുടെ കൂടെയും ഭഗവാൻ ഇരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ നാരദമഹർഷിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഗൃഹസ്ഥനെ കൊണ്ടുപോയി കാണിക്കായിരുന്നില്ലേ? ഇല്ല, നാരദമഹർഷിയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, നരസിംഹാവതാരത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവിന് വർണ്ണാശ്രമധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത് നാരദമഹർഷിയാണ്. ഒരു കുടുംബജീവിതവും നയിക്കാത്ത നാരദമഹർഷിയാണ് കല്യാണം കഴിഞ്ഞ ഭാര്യയോടുകൂടി കുട്ടികളോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അവിടെ ഉപദേശിച്ച് കൊടുക്കുന്നയാൾ ബ്രഹ്മചാരി, കുടുംബമൊന്നുമില്ലാത്തയാൾ. ഉപദേശം സ്വീകരിക്കുന്നത് യുധിഷ്ഠിരനാണ്, അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. എന്നാൽ ഏകാദശസ്കന്ധത്തിലുള്ള ഉപദേശത്തിൽ ഉപദേശം കൊടുക്കുന്ന ആൾ വലിയ കുടുംബമുള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഉപദേശം സ്വീകരിക്കുന്ന ആൾ ഉദ്ധവനാ, അദ്ദേഹത്തിന് വല്ല കുടുംബമുണ്ടോ? ഇല്ല. ജഗത് ഏകബന്ധുവിനാ, ഈ ലോകത്ത് ഭഗവാൻ മാത്രമേ ബന്ധുവായിട്ടുള്ളൂ പറഞ്ഞയാൾ. ഈ ഉദ്ധവർക്ക് നേരിട്ട് ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് ഭഗവാൻ ദത്താത്രേയൻ എന്ന ഗുരുനാഥൻ യദുമഹാരാജാവിന് കൊടുത്ത് കുറച്ച് ഉപദേശങ്ങളെ പറഞ്ഞു തരണം, 24 ഗുരുനാഥന്മാരായിട്ട്. അത് അടുത്ത പ്രഭാഷണ വിഷയമാണ്. അതിനു മുമ്പ് ഋഷഭദേവനായിട്ട് ഭഗവാൻ അവതരിക്കുകയുണ്ടായി. ആ ഋഷഭദേവൻ കുറച്ച് ആളുകൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ? തൻ്റെ കുട്ടികൾക്കും നാട്ടിലെ യുവാക്കൾക്കും. ഈ ഭാഗവത ഉപദേശം ഏകാദശസ്കന്ധമൊക്കെ കേൾക്കേണ്ടത് യുവാക്കളാണ്, ഉപദേശങ്ങളൊക്കെ കേൾക്കേണ്ടത്. കാരണം അവർക്കാണ് ആ ഉപദേശം അനുസരിച്ച് ജീവിച്ച് കുടുംബത്തിൽ നല്ലൊരു ശ്രേയസ് ഉണ്ടാക്കേണ്ടത്. 70 കഴിഞ്ഞവർക്ക് ഇനിയിപ്പോൾ കേട്ട് നാമം ജപിച്ചിരിക്കാം അല്ലേ, മുക്തിയിലേക്ക് എത്താം അല്ലേ. ആയുസ്തു തീരുവോളം ആരോഗ്യത്തോടെ വാണും കായാമ്പൂവർണ്ണൻ തൻ്റെ പാദത്തിൽ ലയിക്കേണം എന്ന് പ്രാർത്ഥിക്കുക. ഇനി എന്തേ ഉള്ളൂ പ്രായം? പ്രാർത്ഥന ആയുസ് തീരുവോളം ആരോഗ്യത്തോടു കൂടിയിരിക്കണം. എന്നിട്ടോ മരിക്കുമ്പോൾ ആ കണ്ണൻ്റെ പാദത്തിലേക്ക് അങ്ങോട്ട് ലയിക്കണം. അത്രയേ ഉള്ളൂ. എന്നാൽ ചെറുപ്പക്കാർക്ക് അങ്ങനെയല്ല. അവർക്ക് ലോകത്തിന് വേണ്ടി അവരവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഋഷഭദേവൻ തൻ്റെ മക്കൾക്ക് യുവാക്കൾക്ക് ഒക്കെ ഉപദേശം കൊടുത്തത്. ഇവിടെ ഋഷഭദേവൻ്റെ മക്കളുടെ ഉപദേശമാണ് നമ്മുടെ പ്രഭാഷണ വിഷയം. വേറെ ഒരവതാരത്തിലും അച്ഛനും മകനും ഉപദേശം കൊടുത്തവരില്ല. അത് ഋഷഭാവതാരത്തിൽ മാത്രമേ ഉള്ളൂ. ഋഷഭദേവൻ ഉപദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചമസ്കന്ധം 5-ാം അധ്യായം ഋഷഭദേവൻ്റെ ഉപദേശമാണ്. എന്നാൽ ഏകാദശസ്കന്ധത്തിൻ്റെ ആദ്യം ഋഷഭദേവൻ്റെ പുത്രന്മാർ 100 പേരുണ്ടായിരുന്നു. അതിൽ 9 പേരാണ് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപലായനൻ, ആവിർഹോത്രൻ, ദുരുമിളൻ, ചപസൻ, കരഭാജനൻ. അതിൽ അവസാനത്തെ 3 പേരുടെ ഉപദേശമാണ് ഇന്നിപ്പോൾ എനിക്കിവിടെ ആ ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. കവി എന്ന യോഗീശ്വരൻ ഇന്നലെ കേട്ടതാണ്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപലായനൻ, ആവിർഹോത്രൻ തുടങ്ങിയ ആളുകളുടെ 6 പേരുടെ കഥ
ഇന്നലെ കേട്ടിട്ടുണ്ടാവും, ഇന്നലെ വൈകുന്നേരത്തെ പ്രഭാഷണം. ഇന്ന് ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ 3 പേര് കൊടുക്കുന്ന ഉപദേശവും ദേവന്മാരുടെ സ്തുതിയുമാണ്. 4-ാം അധ്യായത്തിൽ മഹാരാജാവ് ചോദിക്കുകയാണ്, യാനി യാനീഹ കർമാണി യര്യൈ സ്വച്ഛന്ദ ജന്മഭി ചക്രേ കരോതി കർത്താവ ഹരിസ്ഥാനി ബ്രുവന്തുനാ. ദ്രുമിളൻ എന്ന യോഗീശ്വരനോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും ഓരോ യോഗീശ്വരനാണ് മറുപടി പറയണത്. ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണ്, ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരണം. അപ്പോൾ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു, യോവ അനന്തസ്യ ഗുണ അനനന്താൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംസി ഭൂമൈർ ഗണയൽ കഥഞ്ചിൽ കാലേന നൈവാഖില ശക്തിധാംന. ഭഗവാന്റെ അവതാരങ്ങൾ, ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ അനന്തമാണ്. അത് ഒരാൾക്ക് വർണ്ണിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. അതെ, ഭഗവാന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞ് ഒരാൾക്കും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞുവെന്നും ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അത് അനന്തമാണ്. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ യുഗത്തിലും ഓരോ കാലത്തിലും വന്നുകൊണ്ടിരിക്കും. അത് ഭഗവാൻ നേരിട്ട് ചെയ്തുകൊള്ളണമെന്നില്ല. ഭഗവാന്റെ ആശയം ഭക്തന്മാർ നടപ്പിലാക്കുന്നതും ഭഗവാന്റെ ധർമ്മം തന്നെയാണ്, ഭഗവാന്റെ കർമ്മം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സത്രം നടത്തുന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്, അല്ലേ? ഗുരുവായൂരമ്പലത്തിൻ്റെ മുമ്പിൽ എൻ്റെ അടുത്ത് വേണം സത്രം, ആ മഹാദേവൻ്റെ അടുത്ത് വേണം എന്ന് നിശ്ചയിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയല്ലേ? നമ്മളൊക്കെ അതിലൊരു ഉപകരണങ്ങൾ മാത്രം. എന്തോ നമ്മുടെ പുണ്യം കൊണ്ട് ഇവിടെ എത്തിച്ചേരുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ പുണ്യം കൊണ്ടാണ് എത്തിച്ചേരണത്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ അത് ഓരോ കാലത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കും. വർണ്ണിക്കുന്ന ഭക്തന്മാരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ ലീലകളാടിയാൽ അത് ഏതെങ്കിലും ഭക്തന്മാർ പ്രചരിപ്പിക്കുമ്പോഴേ അതങ്ങനെ മറ്റേ ദിക്കിലേക്ക് എത്തുള്ളൂ. ശ്രീ ശുകബ്രഹ്മർഷി ഭാഗവതം 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ ഭാഗവതമായിട്ട് വിട്ടിരിക്കുന്നത്. അതും പരീക്ഷത്തിന് പരസ്യമായി പറഞ്ഞു കൊടുത്തു. രഹസ്യമായിട്ട് പരീക്ഷത്തിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടാണ് ഉപദേശിച്ചതെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ചത് അത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഭാഗവതം പൂർത്തിയാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആയുസ് കഴിഞ്ഞു. അപ്പോൾ ആ ശ്രീ ശുകബ്രഹ്മർഷി എല്ലാവർക്കും വേണ്ടി ഉറക്കെ പറഞ്ഞു കൊടുത്തു, സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം. ഈ സംസാര ചക്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി ആ ഭാഗവതത്തെ വ്യക്തമായി പറഞ്ഞു തന്നു. ആ ഭഗവത് അവതാരങ്ങളെക്കുറിച്ച് പറയാം. ഭഗവാന്റെ അവതാരങ്ങൾ, ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ 1ാമത്തെ അവതാരമാണ് എന്ന് പറയുക. കാരണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ, സഹസ്രശീർഷ പുരുഷ, ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് കൈകളുമുള്ള ആ ഒരു വിരാട് പുരുഷനുള്ള 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന അത് ഭഗവാന്റെ ആദ്യത്തെ ഒരു അവതാരം തന്നെയാണ് എന്ന് പറയുക. രാജാവെ മനസ്സിലാക്കിക്കോളൂ. പിന്നെ ഈ അവതാരങ്ങളെ മനസ്സിലാക്കാൻ അറിവ് വേണം. അറിവ് ആർക്കേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ? അറിവ് നേടിയ ഒരാൾക്ക് അറിവ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഒരു കഥ പഠിച്ച ഒരാൾക്കല്ലേ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിന് അറിവ് നേടിയിട്ട് പല പല കാറ്റഗറിയിൽ പല പല തട്ടിലായിട്ട് ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യമായിട്ടുള്ള അവതാരം അത് നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യ രൂപമല്ല. ആമയും പന്നിയും സിംഹമൊക്കെ ആയിട്ടുള്ള ഒരു അവതാരത്തിൽ ആ ഒരു അവതാരം പോലെയല്ല പിന്നീടുള്ള വാമന അവതാരങ്ങൾ. പരശുരാമാവതാരം കുറച്ച് ഗൗരവമായിട്ടുള്ളതാണ്. എന്നാൽ ഋഷഭദേവൻ ആരോടും യുദ്ധത്തിന് പോവാത്ത ഒരവതാരമാണ് ഋഷഭാവതാരം. എന്നാൽ പൃഥു മഹാരാജാവ് കുറേശ്ശെ ഭൂമിയുടെ നേരെ തന്നെ അമ്പും വില്ലുകൊടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പൃഥു മഹാരാജാവും പൃഥു അവതാരത്തിലും ജനങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഭഗവാന്റെ പല പല രീതിയിലുള്ള അവതാരങ്ങൾ. ഇപ്പോൾ ദേവന്മാർ, ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണെങ്കിലും ഈ അവതാരങ്ങളിൽ ആരൊക്കെയാണ്? വിഷ്ണുസ്ഥിതോ കൃതുപതേർ ദ്വിജധർമ്മസേതു രുദ്രോപ്യയായ തമസാ പുരുഷ സാദ്യ. തമോ ഗുണത്തോടു കൂടിയിട്ട് മഹാദേവനായിട്ടും സത്വഗുണത്തോടു കൂടി വിഷ്ണുവായിട്ടും രജോ ഗുണത്തോടു കൂടി സർഗേ സൃഷ്ടികർത്താവ് ബ്രഹ്മാവായിട്ടും ഇരിക്കുന്നതൊക്കെ ഭഗവാന്റെ അവതാരം തന്നെ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമൊക്കെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമതത്വത്തിൻ്റെ അവതാരങ്ങളാണ്. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഋഷി പ്രഭവ പ്രശാന്ത. ധർമ്മസ്യ ദക്ഷദുഹിത, ദക്ഷൻ്റെ മകളായിട്ടുള്ള പ്രസൂതി, ദക്ഷൻ്റെ മകളായിട്ടുള്ള പ്രസൂതിയിൽ ധർമ്മദേവന് ഉണ്ടായ ഭഗവാന്റെ അവതാരം.
ധർമ്മദേവൻ ദക്ഷൻ്റെ 16 പെൺകുട്ടികളെ 13 പേരെ കല്യാണം കഴിക്കുകയുണ്ടായി. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രി, മൂർത്തി, അങ്ങനെ 13 ഭാര്യമാരെ 13 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു ധർമ്മദേവൻ. അതിൽ മൂർത്തി സർവഗുണോൽപ്പത്തിർ ഹരനാരായണ വൃഷി എന്ന് 4-ാം സ്കന്ധം 1-ാം അധ്യായത്തിൽ പറയണു. ഇവിടെയും പറയണു മൂർത്തിയാം ധർമ്മസ്യ, ധർമ്മദേവന മൂർത്തിയിൽ നാരായണോ നര ഋഷി. അതെങ്ങനെയുള്ള അവതാര? നാരായണനും നരനുമായിട്ട് ഋഷിയായിട്ടുള്ള അവതാരമാണ്. എന്നിട്ട് അവർ യുദ്ധവും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഋഷിയായിട്ട് അവതരിച്ചു എന്ന് മാത്രമല്ല, സഹസ്രകവചനെ യുദ്ധം ഇത് തോൽപ്പിക്കാനായിട്ട് ഓരോ തവണ 1000 കൊല്ലം തപസ് ചെയ്താൽ അടുത്ത 1000 കൊല്ലം യുദ്ധം, വീണ്ടും അടുത്ത 1000 കൊല്ലം തപസ്, അടുത്ത 1000 കൊല്ലം യുദ്ധം, ഇങ്ങനെയുള്ള ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്തുണ്ടായി. ഇതിന് ശേഷം എന്തുണ്ടായി? ആ വിശാലപുരിയിൽ ബദ്രീനാഥത്തിൽ പോയിട്ട് തപസ് ചെയ്യുക. അഞ്ഞം പറഞ്ഞു തന്നിട്ടില്ലേ? ഭാരത മാതാവിൻ സമ്പൂർണ്ണ രക്ഷയ്ക്കായി നാരദ മുഖ്യരാം ഭക്തരൊത്തും തൽസഖനാം നരനൊത്തും ബദരിയിൽ വൻതപസാചരിച്ചിടും വിഭോ. ബദരിയിൽ തപസ്സനുഷ്ഠിക്കുക. ഭക്തന്മാരൊക്കെ അവിടേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പാണ്ഡവന്മാർ ബദരി വഴിയാണ് അങ്ങോട്ട് സ്വർഗാരോഹിണിയിലേക്ക് അങ്ങോട്ട് പോയിട്ടുള്ളത്. മുചുകുന്ദനോടും ഉദ്ധവരോടും ഒക്കെ ഭഗവാൻ പോകാൻ പറഞ്ഞിട്ടുള്ളത് ബദരിയിലേക്കാണ്. തൻ്റെ ഏട്ടനായിട്ടുള്ള ബലരാം സ്വാമിയുടെ പത്നി രേവതിയുടെ അച്ഛൻ കകുത്മിയോടും കകുത്മിയും ബലരാമന് രേവതിയെ കൊടുത്ത് ബദരിയിലേക്ക് പോയി എന്നാണ് പറയണത്. ഉദ്ധവരെ ഭഗവാൻ അവിടെ ഭഗവാനോട് ചേർക്കുകയല്ല, അവിടെ വന്നിരുന്നോളൂ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തുക ഉണ്ടായത്. ഇതൊരു കാരുണ്യം മാത്രം ഭഗവാന്റെ ആ നരനാരായണ അവതാരം. ഈ നാരായണമൂർത്തി ലോകത്തിന് വേണ്ടിയിട്ട് സനാതനധർമ്മത്തെ ഉപദേശിച്ചു. സപ്തമസ്കന്ധത്തിൽ നാരദമഹർഷി പറയുന്നുണ്ട്, എനിക്ക് ഈ സനാതനധർമ്മം കിട്ടിയത് നാരായണമുഖാൽശ്രുതം. ബദരിയിൽ വെച്ച് നാരായണ മഹർഷി പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞു. ഇതേ നാരായണ മഹർഷിയുടെ ആ കർമ്മ തപസ്സിൽ നോക്കൂ, 1000 കൊല്ലം യുദ്ധം ചെയ്യുക, വീണ്ടും 1000 കൊല്ലം തപസ് ചെയ്യുക, ഇങ്ങനെ ഇടവിടാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ 50 തവണയും ഒരാൾ 49 തവണയും ചെയ്തു എന്നാണ് പറയണത്. കാരണം 500 തവണ വേണ്ടി വരും. കാരണം 1000 കവചമാണ് അല്ലേ. 50 49 പോരാ, 500ഉം 499 വേണ്ടി വരും. അങ്ങനെ കുറച്ചാൽ ശരിയാവില്ല എന്ന് പറയുക ഭഗവാൻ. 50 49 പോരാ, 500 തവണ നരമൂർത്തിയും 499 തവണ നാരായണമൂർത്തിയും തപസ്സും ചെയ്തു, യുദ്ധവും ചെയ്തു. ഓരോ തപസ്സും ഓരോ യുദ്ധവും 1000 കൊല്ലം. അപ്പോഴേക്ക് 999 കവചങ്ങൾ മുറിഞ്ഞു. അപ്പോഴേക്കും ബ്രഹ്മാവിൻ്റെ കൽപ്പം കഴിഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ചെയ്തിട്ട് 1000ാമത്തെ കവചവും മുറിക്കും. ആ കവചം മുറിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ബ്രഹ്മാവിൻ്റെ കൽപ്പകൽ കഴിഞ്ഞാൽ നിർത്തിയില്ലല്ലോ. പിന്നെ പോയിട്ട് സൂര്യനിൽ ലയിക്കുകയുണ്ടായത് ആ കവചം. ആ കവചമാണ് പിന്നീട് സൂര്യനിൽ നിന്നും കർണനായിട്ട് കുന്തിദേവിയിലൂടെ വന്നത്. ഇവിടെയും 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധം ചെയ്താലേ കവചം മുറിക്കാൻ പറ്റുള്ളൂ കർണൻ്റെ ശരീരത്തിൽ. അതിന് കാലമില്ലല്ലോ, കാരണം 125 കൊല്ലമേ ഉള്ളൂ കൃഷ്ണാവതാരം. അതുകൊണ്ടാണ് ഇന്ദ്രനെ കൊണ്ട് ഭഗവാൻ ആ കവചകുണ്ടലങ്ങൾ കർണൻ്റെ ദാനം എന്ന സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തി വാങ്ങിയതും നരൻ എന്ന അർജുനന് നാരായണനായ ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടു കൂടി ആ കർണനെ വധിക്കാൻ സാധിച്ചത്. ഇവിടെ സഹസ്രകവചൻ എന്ന ഒരു അസുരൻ്റെ ഒരു അംശമാവുകൊണ്ടാണ് കർണന് പാണ്ഡവന്മാരുടെ പുത്രനായിട്ടും കുന്തിപുത്രനായിട്ടും അധർമ്മത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് നിൽക്കേണ്ടി വന്നത്, ദുര്യോധനൻ്റെ ഭാഗത്ത് പോയി നിൽക്കേണ്ടി വന്നത്. പണ്ട് സഹസ്രകവചൻ്റെ ആ ഒരു അംശമായിരുന്നു. പൂർവ്വജന്മത്തിലെ വാസനകൾ ഉള്ളിൽ കിടക്കും കുറേശ്ശെ. അതെപ്പോഴെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങോട്ട് ചേരും. പൂർവ്വജന്മത്തിൽ ധർമ്മവാസനയാണെങ്കിൽ ധർമ്മത്തിനോട് ചേരും, അധർമ്മവാസനയാണെങ്കിൽ അധർമ്മത്തിനോട് ചേരും. ഇവിടെ ആ ഇന്ദ്രന് ഈ നരനാരായണന്മാരുടെ യുദ്ധം ചെയ്യാനുള്ള കഴിവും തപസ് ചെയ്യാനുള്ള കഴിവും ഒക്കെ കണ്ടപ്പോഴേക്കും ഇന്ദ്രോ വിശങ്ക്യ മമധാമ ജിഗൃക്ഷതീതി, ഇന്ദ്രന് പേടി ഇത്രേ, ഈ നരനാരായണന്മാർ എൻ്റെ സിംഹാസനം കൊണ്ടുപോകുമോ എന്നുള്ള പേടി. ഇന്ദ്രൻ അനവധി ആൾക്കാരെ ഇതുപോലെ മണിക്കടിക്കണ്ടല്ലേ. പൃഥു മഹാരാജാവ് 100 അശ്വമേധയാഗം നടത്താൻ നോക്കുമ്പോൾ 99 ആയപ്പോൾ കുതിരയെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു മതി, ഏകോനശതക്രതു എന്നുള്ള പേര് കൊടുത്ത് നിർത്തുക ഉണ്ടായത്.
അപ്പോൾ ഇന്ദ്രന് ആ ഒരു പരിഭ്രമം വന്നത് കാരണം ഇന്ദ്രൻ എന്ത് ചെയ്തു? കാമം ദയുക്ത സഗണം തപതിരുപാഖ്യം, കാമദേവനെ നിയോഗിച്ചു. അപ്സരസ്ത്രീകളും കൊണ്ടുപോയിട്ട്, ഉർവശി എന്നുണ്ടായിട്ടില്ല, ബാക്കിയുള്ള മേനക, രംഭ, തിലോത്തമ തുടങ്ങിയിട്ടുള്ള അപ്സരസ്ത്രീകളെയൊക്കെ കൊണ്ടുപോയി എവിടേക്ക്? ബദര്യുപാഖ്യം, ബദ്രിനാഥത്തിൽ പോയി തപസ് ചെയ്യുന്ന നരനാരായണന്മാരെ തപസ് മുടക്കാനായിട്ട്. ഇങ്ങനൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഒരാൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ അത് മുടക്കാനായിട്ട് വരുന്നവരാണോ സ്വർഗത്തിലുള്ളവർ? അതുകൊണ്ട് തന്നെ പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞത് ഭാരതത്തിൽ ജനിച്ചവരാരും സ്വർഗത്തിലേക്ക് പോകണ്ട. കാരണം ഭാരതത്തിൻ്റെ അത്ര സുഖസൗകര്യങ്ങൾ സ്വർഗത്തിലില്ല. മറ്റ് രാജ്യങ്ങളിൽ ജനിച്ചവരൊക്കെ പൊക്കോട്ടെ, ഭാരതത്തിലുള്ളവർക്ക് സ്വർഗീയ സുഖങ്ങളല്ല, അവർക്ക് മനസുഖമാണ്. നോക്കൂ, നമ്മുടെ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ എഴുതിയവരൊന്നും വലിയ വലിയ കൊട്ടാരങ്ങളിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവരല്ല. കാട്ടിൽ, ആശ്രമത്തിൽ, പാറയുടെ മുകളിലോ ഗുഹയുടെ ചുവട്ടിലോ ദർഭപൂലി വിരിച്ച് കിടന്നുറങ്ങുന്ന മഹർഷീശ്വരന്മാരാണ് നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ ആരാധ്യ പുരുഷന്മാരവരാ. അവർ പറഞ്ഞു തന്ന മാർഗമാണ്, ഋഷിപ്രോക്തങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ. ആരും വലിയ പണക്കാരനായിട്ട് ഇരുന്നവർ ഇല്ല. വലിയ വലിയ രാജാക്കന്മാരായിട്ട് ഭരണാധികാരികൾ, സ്വർണ്ണസിംഹാസനത്തിലിരിക്കുന്നവരൊന്നുമല്ല. ആ ഭാരതത്തിലിരിക്കുന്നവർക്ക് ഭാരതത്തേക്കാൾ താഴെ തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാനം. ഭാരതത്തിൽ ആരെങ്കിലും തപസ് ചെയ്യുന്നത് മുടക്കുക, ആളുകളെ കൊണ്ട് തപസ് ചെയ്യിക്കാൻ പറയുകയല്ലേ ചെയ്യുക. തപസ് ചെയ്യാൻ വേണ്ടി മറ്റു ദിക്കിൽ നിന്നും ആളുകൾ ഭാരതത്തിലേക്ക് വരിക. അമൃതാനന്ദയുടെ ആശ്രമത്തിലും സായിബാബയുടെ ആശ്രമത്തിലും ഒക്കെ ആയിട്ട് ഹരേകൃഷ്ണ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക വിദേശികൾ. കാരണം അവർക്ക് ഭാരതത്തിലെ ഈശ്വരോപാസനാ മാർഗത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ട്. അപ്പോൾ സ്വർഗത്തിലുള്ള ഇന്ദ്രന് തൻ്റെ പീഠത്തിന് വേണ്ടിയിട്ടാണോ ഈ നരനാടന്മാരുടെ തപസ്? നോക്കൂ, മറ്റൊരാളുടെ മനസ്സറിയാനുള്ള കഴിവ് ആർക്കും ഇല്ല, ഇന്ദ്രനില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? നരനാടന്മാർക്ക് ഈ പ്രപഞ്ചം മുഴുവൻ സ്വന്തമായിട്ടുള്ളവർ സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി തപസ് ചെയ്യണോ എന്ന് സംശയിച്ചാൽ ആ ഇന്ദ്രൻ്റെ ഒരു പോരായ്മ എന്താ? എന്നിട്ട് പറഞ്ഞേറ്റതോ കാമദേവനെ. കാരണം ഈ കാമത്തിന് അടിമപ്പെടാൻ വളരെ എളുപ്പമാണ് അത്രേ അടിമപ്പെടാൻ. അത് കാരണം കാമദേവനെ അയച്ചു അത്രേ. ഈ കാമദേവൻ്റെ കൂടെ വന്നതായ സ്ത്രീകളുടെ സ്ത്രീപ്രേക്ഷണേഷുഭിരവധ്യത തന്മഹിജ്ഞ, സ്ത്രീകളൊക്കെ വന്ന് പല പല രീതിയിലും നൃത്തം ചെയ്യേണ്ടതും കാമദേവൻ്റെ ബാണങ്ങളൊക്കെ കണ്ടപ്പോൾ ആ നാരായണമൂർത്തി ചിരിച്ചു അത്രേ. വിജ്ഞായ ശക്രകൃതം അക്രമമാതിദേവ, ഈ തപസ് ചെയ്യുന്നവരുടെ നേരെ കാമവുമായിട്ട് വരുന്നത് അക്രമമാണ്. ആരോടാവാം? ഒരു കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ നേരെ കാമവുമായിട്ട് പോകാൻ കുഴപ്പമില്ല, അവരുടെ കല്യാണം ജീവിക്കാം. ഇവിടെ പറയണു വിജ്ഞായ ശക്രകൃതം അക്രമമാതിദേവ, അക്രമം ആണ് കാണിക്കുന്നത്. തപസ് ചെയ്യുന്ന ഒരാളുടെ നേരെ ഇത് കാമമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അക്രമമാണ്. ഈ അക്രമം കണ്ട് പ്രഹസ്യ ഗതവിസ്മയ ഏജമാനാൻ, നാരായണമൂർത്തി ചിരിക്കുക അത്രേ ഉണ്ടായത്. എൻ്റെ നേരെയാണോ ഈ സുന്ദരിമാരെയും കൊണ്ട് വരണത്? അദ്ദേഹം എന്ത് കാണിച്ചു എന്നറിയോ? ഇദ്ദേഹം തൻ്റെ ചുറ്റും ഇരുന്ന് തന്നെ പരിചരിക്കുന്ന സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു അത്രേ. നിങ്ങൾ സ്വർഗത്തിൽ 3-4 സുന്ദരിമാർ വന്നാലൊന്നും എൻ്റെ മനസ്സിളകിൽ. എൻ്റെ ചുറ്റും ഇതാ ധാരാളം സുന്ദരിമാർ വന്നിരിക്കണു. അവരൊന്നും വന്നിട്ട് എനിക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല. ഇത് പ്രഗണതാം തേഷാം സ്ത്രീയോ അത്യത്ഭുത ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിത കുർവതീർ വിഭു. പറഞ്ഞു കൊടുക്കുക നാരായണമൂർത്തി, എൻ്റെ ചുറ്റും വരുന്ന എന്നെ പരിചരിക്കുന്ന ഈ സുന്ദരിമാരെ കണ്ടില്ലേ? ഇവരുടെ ഒരു 10% പോലും സ്വർഗവാസികളായ നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ലല്ലോ എന്ന് പറയുക. പെട്ടെന്ന് അവർ തലകുനിച്ചു അത്രേ. ഞങ്ങളെക്കാൾ എത്രയോ സുന്ദരികൾ അദ്ദേഹത്തെ വന്ന് ശുശ്രൂഷിക്കുക നാരായണ മഹർഷി. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു മനസ്സുഭാവമല്ലേ? നമ്മുടെ പരമേശ്വരൻ്റെ മടിയിൽ പാർവതി ദേവി ഇരിക്കണത് കണ്ടിട്ട് ചിത്രകേതുവിന് ചെറിയൊരു സംശയം. ഏഷ ലോകഗുരു, ഇതാണോ ലോകത്തിൻ്റെ ഗുരുനാഥൻ? ആ പാർവതി മടിയിലെന്ന് വിചാരിച്ചിട്ട് മഹാദേവന് കാമം വരുമൊന്നുമില്ല. കാരണം കാമദേവനെ ചുട്ടരിച്ച ആളായിരിക്കണത്. ആ തൃക്കണ്ണും കൊണ്ട് അങ്ങോട്ട് ചുട്ടരിച്ച ആളാ. ആ മഹാദേവൻ്റെ മടിയിൽ പാർവതി ഇരുന്നാൽ ഭഗവാനൊന്നും ബാധിക്കില്ല. അതുപോലെയാണ് നാരായണ മഹർഷി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ സുന്ദരിമാരെ കണ്ടില്ലേ, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ഇന്ദ്രനോട് ദേഷ്യമൊന്നുമില്ല. അല്ലെ, തപസ് ചെയ്യുന്നവർക്ക് അവരെ അക്രമം ചെയ്താലും അവരുടെ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അതാ ഇതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സുന്ദരിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അത്രേ. ആ നാരായണ മഹർഷിയെ ശുശ്രൂഷിക്കുന്ന സുന്ദരിമാരിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞവളാണത്രേ ഉർവശി.
പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുകളിൽ, തുടയുടെ മുകളിൽ വെറുതെ ഒന്നിങ്ങനെ ഉരച്ചപ്പോൾ ലേശം ഒരു അഴുക്ക് കിട്ടി. വേർപ്പൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ശരീരത്തിൽ ഉരയ്ക്കുമ്പോൾ കുറച്ച് അഴുക്ക്, ഈ അഴുക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് അത്രേ ഉർവശി. ലോകത്തിലെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണ് അത്രേ. എൻ്റെ ഈ അഴുക്കിൽ നിന്നുണ്ടാവുന്നതിന് പോലും ഇത്ര സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ, ഇന്ദ്രൻ എൻ്റെ വക സമ്മാനമായിട്ട് ഈ സുന്ദരിയായിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞ എഴുത്തു ഉത്തരത്തെ പറയണു. ധ്രുവടൻ എന്ന യോഗീശ്വരൻ പറയണു, ഭഗവാന്റെ അവതാരങ്ങളിൽ കേമായിട്ടുള്ള അവതാരമാണ് നരനാരായണാവതാരം. ഓരോ മനുഷ്യനും നരനാണ്. നരൻ ആരായി മാറണം? തൻ്റെ ഉള്ളിലെ ഈശ്വരനെ തിരിച്ചറിഞ്ഞ് നാരായണനായിട്ട് മാറണം. അതിന് കാമത്തെ ജയിക്കണം, ക്രോധത്തെ ജയിക്കണം, ലോഭ മോഹ മത മത്സര്യാദികളെ ജയിക്കണം എന്ന് പറയുക. നമുക്ക് ഒന്നിനെ പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല. ഏതൊക്കെ ഒന്നിനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ രക്ഷിക്കാൻ 6 പടിയും കടക്കണം. ഭഗവാന്റെ മഹാദേവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. കാമമെന്ന പടി കടക്കണം, ക്രോധമെന്ന പടി കടക്കണം, ലോഭം മോഹം മതം മത്സര്യാദി പടികൾ കടന്നിട്ട് വേണം മഹാദേവൻ്റെ അടുത്തേക്ക് എത്താൻ. നേരെ അങ്ങോട്ട് കയറി ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ സോപാനം വിലങ്ങനെയാണ് അല്ലേ. നേരെ അങ്ങോട്ട് ഓടി ചെല്ലാനൊന്നും പറ്റില്ല. പുറമെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുക? ഭഗവാൻ അങ്ങനെ ധാര ചെയ്യുക. ശ്രീപരമേശ്വരനും അമ്പിയൂരപ്പനും പെരുന്തേട്ടത്തേവർക്ക് അങ്ങനെ ധാര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആരായിട്ട് മാറും? ഭഗവാനെ ധാര ചെയ്യുമ്പോൾ രാധയായിട്ട് മാറുക അത്രേ ചെയ്യുക. ഭഗവാനിലേക്ക് നിർത്താണ്ട് ഇങ്ങനെ വെള്ളം വീഴുന്നതിനെയാണ് ധാര എന്ന് പറയുക. നമ്മുടെ മനസ്സിൽ നിന്നും ഭഗവത് നാമങ്ങൾ ഭഗവാന്റെ നേരെ നിർത്താതെ ഒഴുകുമ്പോഴാണ് രാധയായിട്ട് മാറുക. കണ്ണനു രാധയെ ഏറെ ഇഷ്ടം, ഈ മുക്കണ്ണനിഷ്ടം ധാരയല്ലോ. രണ്ടുപേർക്കും രാധ എന്നുള്ള പേര് രണ്ടാക്കും ഇഷ്ടം. മഹാദേവനാകുമ്പോൾ ധ എന്ന് ആദ്യം ചേർക്കണം എന്നേ ഉള്ളൂ അല്ലേ, ധാര എന്നാക്കണം. കണ്ണനെ അടുത്തെത്തുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചാൽ മതി അല്ലേ. ധാര 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 എന്ന് നിരന്തരം പറഞ്ഞാൽ അത് രാധയായിട്ട് മാറും. ഈ നാമം ജപിക്കാൻ മടി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ചില കുട്ടികളൊക്കെ നാമം ജപിക്കാൻ വാശി പിടിക്കും. അവരെ കൊണ്ട് നാമം ജപിപ്പിക്കാൻ നിങ്ങൾക്ക് വാശിയുണ്ട് അല്ലേ? വാശി എന്നൊരു 108 തവണ പറയാൻ പറയുക. എന്തായി മാറിക്കോളും? ശിവനായി മാറിക്കോളും. എത്ര എളുപ്പം അറിയോ ശിവൻ്റെ നാമം ജപിപ്പിക്കാൻ അല്ലേ? പണ്ട് രാമനാമം ജപിപ്പിക്കാൻ വേണ്ടി വാൽമീകിയെ സപ്തർഷികൾ കുറേ ബുദ്ധിമുട്ടിയെന്നാണ് പറഞ്ഞത് അല്ലേ. മര 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 മര, എത്ര രാമ എന്ന് പറയാൻ പറഞ്ഞാലും മര എന്നേ പറയുള്ളൂ. അത്ര പോലും പുണ്യം ഉണ്ടായിരുന്നില്ല എന്ന്. രാമനാമം ചെല്ലാനൊരു പുണ്യം വേണ്ടേ, അതുണ്ടായിരുന്നില്ല അല്ലേ. വാശി പിടിപ്പിക്കാൻ പ്രയാസമൊന്നുമില്ല അല്ലേ, കാരണം വാശി എല്ലാവർക്കും ഉണ്ടാവും. ഉള്ളതിനെ തന്നെ പറഞ്ഞാൽ മതി എന്നാ. കാളയുടെ പുറത്തിരിക്കുന്നവൻ ഊണ് കഴിക്കുന്ന സമയത്ത് കാളൻ വേണം കാളൻ വേണം എന്ന് പറഞ്ഞാലും അത് മഹാദേവന് വേണം എന്നായി അല്ലേ. കാളയുടെ പുറത്തിരിക്കുന്നവൻ കാളൻ, മഹാദേവൻ. അത്ര എളുപ്പം അറിയോ മഹാദേവൻ നാമം ജപിക്കുക. ഈ സാമ്പാർ എന്ന് പറഞ്ഞാലും ശിവൻ്റെ നാമാക്കി മാറ്റാത്രേ അല്ലേ. അമ്പയോടും ആറിനോടും സമേതനായിരിക്കുന്നവൻ അല്ലേ സാമ്പാർ. അമ്പ എന്ന് പറഞ്ഞാൽ പാർവതി, ആറ് എന്ന് പറഞ്ഞാൽ ഗംഗ. ഗംഗയോടും പാർവതിയോടും സമേതനായിരിക്കുന്നവൻ പരമേശ്വരൻ തന്നെയാണ്. അങ്ങനെയാണ് ഊണിന് സാമ്പാറും കാളനൊക്കെ സ്ഥിരമായിട്ട് അതൊക്കെ ഒന്ന് നിർബന്ധമായി ഉണ്ടാവും. ഒന്നിൽ കാളുണ്ടാവും അല്ലെങ്കിൽ സാമ്പാറുണ്ടാവും. കാരണം ഊണ് കഴിക്കുമ്പോൾ അത് പറയാണ്ടിരിക്കില്ലല്ലോ അല്ലേ. കുറച്ച് സാമ്പാർ വേണം കുറച്ച് കാളൻ വേണമെന്ന് പറയാണ്ടിരിക്കില്ലല്ലോ. ശിവൻ്റെ നാമം ജപിക്കുക. അല്ലാണ്ട് അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹരി ജപിക്കണം എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുമ്പോഴേക്കും വേഗം ഉണ്ണാനാണ് തിരക്കുണ്ടാവുക. അവിടെ നാമം ജപിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. എന്നാലും സാമ്പാർ കാളെന്ന് പറയേണ്ടി വയ്യല്ലോ. എല്ലാത്തിനെയും ഒന്നൊരു കുട്ടി വെറുതെ അശി എന്ന് പറഞ്ഞ് തുമ്മിയാൽ പോലും ഹരി എന്നാക്കി മാറ്റിയവരായിരുന്നു നമ്മുടെ മുത്തശ്ശിമാർ. അല്ല, ഒരു തുമ്മലിനെ പോലും ഭഗവാന്റെ നാമമാക്കി മാറ്റിയ മുത്തശ്ശിമാരുള്ള നാടാണ്. പറയില്ലേ, കുട്ടി തുമ്മിക്കഴിഞ്ഞാൽ ഹരി എന്ന് പറയും അല്ലേ. ഹശി എന്നാണ് പറയണത്. പക്ഷേ അതിനെ ഹരിനാക്കി മാറ്റും, നാമമാക്കി മാറ്റുക അല്ലേ. നാമപ്രിയനല്ലേ ഭഗവാൻ. മഹാദേവനും അതെ, പഞ്ചാക്ഷരപ്രിയൻ ശ്രീ മഹാദേവൻ, 4 അക്ഷരപ്രിയൻ നാരായണൻ. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മഹാദേവനാകുമ്പോൾ 5 അക്ഷരമാവാം, വിഷ്ണുവിനാകുമ്പോൾ പറയും 4 മതി. നാരായണ 4 മതി. ഇവിടെ ആകുമ്പോൾ 5 ആയിക്കോട്ടെ, ഒരു കൈ 5 വിരലല്ലേ. നാമ ശിവായ എന്ന് ചൊല്ലി 5 വിരലും മടങ്ങിക്കോളൂ. നാമപ്രിയൻ പറയണു. ഓരോ മനുഷ്യനും നാമജപം കൊണ്ട് നരനിൽ നിന്നും നാരായണനായിട്ട് മാറണം എന്ന് പറയുകയാണ്. പിന്നെ പറയണു ഭഗവാന്റെ അവതാരങ്ങൾ
വേറെ ഉണ്ട് കേട്ടോ കുറേ. നരനാരായണാവതാരത്തെ ഒന്ന് വിസ്തരിച്ചു എന്നേ ഉള്ളൂ. ബാക്കി പറഞ്ഞു ഹംസസ്വരൂപം വദതച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാന. ഹംസാവതാരം സ്വീകരിച്ച ഭഗവാൻ അറിവുപദേശിച്ച ഹംസാവതാരം, പിന്നെ ദത്താത്രേയനായിട്ടുള്ള അവതാരം, കുമാര സനൽകുമാരൻ അവതാരം. പിന്നെ ഈ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അങ്ങോട്ട് പേര് മാത്രം പറഞ്ഞാൽ പോരാത്രേ. എന്താ ഋഷഭോ ഭഗവാൻ പിതാന എന്ന് പറയുക. ഋഷഭദേവൻ എന്ന എൻ്റെ അച്ഛനും ഭഗവാന്റെ അവതാരം തന്നെയാണ്. നീ നോക്കൂ, ആ ഋഷഭദേവൻ്റെ മക്കളിൽ പെട്ടവരല്ലേ നവയോഗികൾ. ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയില്ല, വേണമെങ്കിൽ പേരോട് പറഞ്ഞാൽ പോയാൽ പോരെ. അച്ഛൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് പറയാൻ, അവതാരം പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഋഷഭദേവൻ എന്ന പേരുള്ള എൻ്റെ അച്ഛനും എന്ന് പറയുക. എൻ്റെ അച്ഛനും ഭഗവാന്റെ അവതാരം തന്നെയാണ് കേട്ടോ, ഭഗവാന്റെ മകൻ തന്നെയാണ് ഞാൻ എന്ന് പറയുക. പിന്നെ പല പല മത്സ്യാവതാരം, ഗുപ്തോപ്യയെ മനുരിളൌഷധയശ്ച മാത്സ്യേ മത്സ്യാവതാരം. പിന്നെ ആ പർവ്വതത്തെ ഉയർത്തുന്നതായിട്ടുള്ള കൂർമാവതാരം, ഭൂമിയെ ഉയർത്തിയതായ വരാഹാവതാരം. പിന്നെ ജഘ്നെ അസുരേന്ദ്രമഭയായ സദാം നൃസിംഹേ, ആ നൃസിംഹ അവതാരം. പിന്നെ ഭഗവാന്റെ അവതാരങ്ങൾ, വാമനാവതാരങ്ങൾ പറഞ്ഞു. നിക്ഷത്രിയായ ക്ഷത്രിയന്മാരെ ഇല്ലാണ്ടാക്കിയതായ ഹൈഹേകുലത്തിൻ്റെ നാശം വരുത്തിയ കുലാധിപനെ വധിച്ച പരശുരാമാവതാരവും, അതിനുശേഷം രാവണനെ നിഗ്രഹിച്ചതായ സീതാപതിർജയതി ദശവക്തരമഹൻസ ലങ്കം, ലങ്കാധിപതിയായിട്ടുള്ള ദശവക്തരനെ നിഗ്രഹിച്ച സീതാപതിയായിട്ടുള്ള ശ്രീരാമനും. പിന്നെ അവിടെ കൃഷ്ണാവതാരത്തിൻ്റെ പേരങ്ങനെ പറഞ്ഞില്ല, കൃഷ്ണാവതാരത്തിൻ്റെ പേരങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ ഭഗവാന്റെ കഴിഞ്ഞ അവതാരങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാവും വ്യാഖ്യാനത്തിൽ ഗോപാലനാർ പറയണു, ഇവിടെ ശ്രീരാമാവതാരം നടക്കണ കാലത്താവും ഈ സംവാദം നടന്നിട്ടുണ്ടാവുക. കാരണം ശ്രീരാമൻ്റെ ആ സീതാദേവിയുടെ വംശത്തിലെ പഴയ രാജാവാണ് നിമി മഹാരാജാവ്. അപ്പോൾ അന്ന് കൃഷ്ണാവതാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ രാമാവതാരം വരെ പറഞ്ഞവിടെ നിർത്തി. ഇപ്പോൾ ശ്രീരാമൻ്റെ അവതാരം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞവിടെ നിർത്തി. ഇത്രേ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗത്പതേ ഭൂരീണി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജ. വളരെ വളരെ മഹത്വമേറിയ തന്നെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അത് പറഞ്ഞു കഴിയാൻ സാധിക്കില്ല, അത് ഭൂരി ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തൽക്കാലം അവിടെ നിർത്തുക. നമുക്ക് സമയത്തിൻ്റെ ഒക്കെ പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ നിർത്തുക പറ്റുള്ളൂ. പിന്നെ 5-ാം അധ്യായത്തിൽ ഈ മഹാരാജാവ് ചോദിക്കുകയാണ്, ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്ത്യാത്മവിത്തമ തേഷാമശാന്തകാമാനാം കാ നിഷ്ഠാവിജിതാത്മനാം. അതെ, ഈ ഹരിയെ ഭജിക്കാത്ത ആളുകൾ അവരുടെ അവസ്ഥ എന്താ ചോദിക്കുക. പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഭജിക്കാത്ത ആളുകളെക്കുറിച്ച് പറയണത്? ഭജിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ഈശ്വരനെ ഭജിക്കാത്തവർ. ഏതെങ്കിലും രൂപത്തിൽ ഈശ്വരനെ ഭജിക്കുന്നവരാണ് എല്ലാവരും. പഞ്ചമസ്കന്ധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഈശ്വരാരാധനകളുണ്ട്. ജംബൂദ്വീപിലെ 9 വർഷങ്ങളിൽ ഈശ്വരാരാധന പറയുന്നുണ്ട്. മറ്റ് ദ്വീപുകളിലൊക്കെ പ്ലക്ഷ, ശാർവലി, കുശ, ക്രൗഞ്ച, ശാഖ, പുഷ്കര ദ്വീപുകളിലൊക്കെ സൂര്യനായിട്ട്, ചന്ദ്രനായിട്ട്, വായുവായിട്ട്, അഗ്നിയായിട്ട്, വെള്ളമായിട്ട്, കർമ്മമായിട്ടൊക്കെ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. ഈശ്വരനെ ആരാധിക്കാത്തവർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും ഒന്ന് മനസ്സിലായിക്കോളൂ. ഇത് കേട്ടിട്ട് അവരെങ്ങാൻ ചിലപ്പോൾ ഈശ്വരാരാധനയിലേക്ക് വന്നാലോ. ദൂരേ ഹരികഥ കേജിൽ ദൂരേ ച അച്യുത കീർത്തന സ്ത്രീശൂദ്രാദേശ്ചൈവ തേ അനുകമ്പ്യ ഭവാദൃശാം. ഭഗവാനെ, എനിക്ക് ഈ സ്ത്രീകളെക്കുറിച്ച് ആലോചിച്ചും ശൂദ്രന്മാരെക്കുറിച്ച് ആലോചിച്ചും വലിയ കുഴപ്പമില്ല. കാരണം എന്താ, അവർ ഭഗവാനെ വേണ്ടത്ര അങ്ങോട്ട് അറിയാത്തവരാണെന്നുള്ളത് കൊണ്ട് അവരിപ്പോൾ ഇടയ്ക്ക് ഈശ്വരനെ ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുക അല്ലേ. സ്ത്രീകൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കാശ് വാങ്ങിയിട്ടാണോ അത്? അല്ല. അതുകൊണ്ട് അതെന്താ, അത് ഈശ്വരാരാധനയാണ്. അവനവൻ്റെ വീട് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. കല്യാണം കഴിച്ച് ചെന്നാൽ ഏതോ ഒരുത്തൻ്റെ വീട് അല്ലേ, അതുവരെ ഏതോ ഒരുത്തൻ്റെ വീടാണ്. കല്യാണം കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴല്ലേ അവനവൻ്റെ വീടായിട്ടുള്ളൂ. ജനിച്ച വീട് പോലെ ഒരു ബന്ധവും അവിടെ ഇല്ല. അവിടെയുള്ള ഈ ഭർത്താവ് ഒരു താലി കഴുത്തിൽ കെട്ടി കൈ പിടിച്ചു, ഇനി ഞാൻ നോക്കിക്കോളാം, എൻ്റെ കൂടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. പിന്നെ അവിടെയാണ് അടിച്ചു വാരലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ. അത് തന്നെ സ്ത്രീകൾക്ക് ഈശ്വര ആരാധനയാണ്. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് കർമ്മം ചെയ്യുമ്പോൾ
സ്ത്രീധർമ്മം പറയുമ്പോൾ നാരദ മഹർഷി സപ്തമത്തിൽ പറയുന്നുണ്ട് അമന്ത്രയജ്ഞ എന്നാണ് പറയണത്. അവർക്ക് യജ്ഞം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മന്ത്രം ആവശ്യമില്ല. ഈ പഠിച്ചു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനാണ് ചില ആൾക്കാർ സ്ത്രീകൾ മന്ത്രം പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നോട് വിരോധമൊന്നുമില്ല. അവർക്ക് മറ്റു പല ജോലിത്തിരക്കിനിടയ്ക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പഠിച്ചു വിചാരിച്ച് കുഴപ്പമില്ല. പഠിച്ചിട്ടില്ലെങ്കിലും അവർക്ക് മന്ത്രമില്ലാണ്. പുരുഷൻ വലിയ മന്ത്രങ്ങളോടുകൂടി ചെയ്യുന്ന കർമ്മം സ്ത്രീകൾ മന്ത്രം ജപിക്കാണ്ട് ചെയ്താലും അതിൻ്റെ പുണ്യം കൊടുത്തോളും ഭഗവാൻ. പിന്നെ ശൂദ്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അജ്ഞാനികളാണ്, അറിവില്ല. അവർക്ക് അറിവില്ലാത്തവരിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പറയേ അതറിയാണ്ട് ചെയ്തതല്ലേ എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. വിപ്രോരാജന്യ വൈശ്യൗ ഹരേ പ്രാപ്താപദാന്തികം ശ്രൗതേന ജന്മനാഥാഭിമുഹ്യന്ത്യാത്മാ ആമ്നായവാദിന. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവർ 3 പേരും വെറുതെ അല്ല. ഇവർ ഈശ്വരാരാധന ചെയ്തേ പറ്റൂ, മന്ത്രം പഠിച്ചേ പറ്റൂ. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉപനയനാദി കർമ്മങ്ങളൊക്കെ ഉണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയനും വൈശ്യനും വേണം. ഉപനയനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സന്ധ്യാവന്തനാദി കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം. പ്രഭാതത്തിൽ എണീറ്റിട്ട് സൂര്യോദയത്തിന് മുമ്പ് സന്ധ്യാവന്തനാദി കാര്യങ്ങൾ നിർബന്ധമാണ്. ബ്രാഹ്മണ ക്ഷത്രിയനും വൈശ്യനും വേണം. സ്ത്രീകൾക്ക് ഇത്ര കുഴപ്പമില്ല, കാരണം അവർക്ക് അടുക്കളയിൽ പണിയുണ്ടാകും. അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അവർക്ക് രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഒരു 8 മണി വരെ സ്ത്രീകൾ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പറ്റുമോ? വീട്ടിലവർക്ക് മറ്റ് കർമ്മങ്ങളില്ലേ? അപ്പോൾ അതുകൊണ്ട് അവരാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് നാമം ജപിച്ചാലും അവർക്ക് പുണ്യം കിട്ടിക്കോളും. പുരുഷന്മാർ ജപിക്കുക വേണം, ഉദയത്തിന് മുമ്പ് എണീക്കുക വേണം. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ മനസമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം പുരുഷൻ ഗൃഹനാഥൻ ഉദയത്തിന് മുമ്പ് എണീറ്റ് ഈശ്വരാരാധന ചെയ്യാത്തതുകൊണ്ടാണ്. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ വീട്ടിലെ ഐശ്വര്യം ഉണ്ടാവാൻ. വീട്ടിലെ സമ്പത്ത് കൊണ്ടുവരുന്നത് ആരാണോ ആ ആൾ ഉദയത്തിന് മുമ്പേ കുളിച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും കഷ്ടിയാവും അല്ലേ? 8 മണിക്കാവും ചിലപ്പോൾ എണീക്കുന്നുണ്ടാവുക. അതുതന്നെയാണ് കുടുംബത്തിലെ ഐശ്വര്യത്തിന് കാരണം. അവിടേക്ക് അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്നത് ആരാ? മിക്കവാറും പുരുഷന്മാരാവില്ലേ? സ്ത്രീകളുണ്ടാവും, ഇല്ലായല്ല, പ്രധാനമായിട്ട് പുരുഷന്മാർ തന്നെയാവില്ലേ? അവർ രാവിലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 70 കഴിഞ്ഞവർക്കും മാത്രമേ ഉള്ളൂ. 70 കഴിഞ്ഞവർക്കും ഇല്ല, 80 കഴിഞ്ഞവർക്കേ ഉള്ളൂ ഉദയം കഴിഞ്ഞാൽ കിടക്കാനുള്ള അധികാരം. കാരണം അവർക്ക് എണീക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. 80 കഴിഞ്ഞാൽ അപ്പോൾ നേരത്തെ എണീക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ? 5 വയസ്സ് വരെ സാരമില്ല. 5 വയസ്സ് വരെ കുട്ടികൾക്ക് ശിക്ഷ കാര്യങ്ങളൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ തന്നെ വേണം. ഇല്ലെങ്കിൽ ഉണ്ടാവാൻ പോണത് എന്താ? ഐശ്വര്യം കുറഞ്ഞു വരും. നല്ല ശമ്പളം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല. അവർക്ക് പഠിക്കണമെന്ന് മാർക്കുണ്ടാവില്ല. കുട്ടികൾ വേണ്ടാത്ത വഴിക്ക് പോവും. അതൊക്കെ എന്താ കാരണം? ഗൃഹസ്ഥൻ ചെയ്യുന്ന അധർമ്മമാണ്. ഉദയത്തിന് ശേഷം കിടന്നുറങ്ങുക എന്നുള്ള ആ ഒരു അധർമ്മമാണ്. കുളിച്ച് ശുദ്ധമായിട്ട് വേണം ആരെ കാണാൻ? ഉദയസൂര്യനെ കാണാൻ. 8 മണിക്കുള്ള സൂര്യനല്ല, ഉദയസൂര്യനെ കാണാൻ. കുളിച്ച് ശുദ്ധമായിട്ട് വേണം കാണാനായിട്ട്. അങ്ങനെ ഗൃഹസ്ഥൻ നിത്യേന ചെയ്തു നോക്കൂ, ആ വീട്ടിൽ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത് കാണാം. ഗൃഹസ്ഥൻ വേണം നാമം ജപിക്കാനും. സ്ത്രീകൾക്ക് അടുക്കളയിൽ പണിയുണ്ടാവും. ഇന്ന് മിക്കവാറും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ നാമം ജപിക്കുന്നവർ, സഹസ്രനാമം ജപിക്കുന്നവരൊക്കെ. പുരുഷന്മാർ ഇല്ല എന്ന് പറയുന്നില്ല, കഷ്ടിയാവും. ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ 60 കഴിഞ്ഞവർ റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷമാവും സഹസ്രനാമം കൊടുത്ത് നോക്കുക. അത് പോരാ. ജോലിക്ക് പോണവർ, പഠിക്കുന്നവർ നിർബന്ധം. അതില്ലാത്തവരൊക്കെ ഈ ഈശ്വര ചിന്തയില്ലാത്തവരുടെ ഗണത്തിൽ പെടുന്നാണ് പറഞ്ഞത്. കർമ്മം വേണ്ട പോലെ ചെയ്യണം. കർമ്മണ്യകോവിത സബ്ധ മൂർഖ പണ്ഡിതമാനിന. അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കാശ് അധ്വാനിച്ച് കൊണ്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 8 മണി വരെ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല എന്ന മൂർഖ വിഡിത്തമാണോ എന്ന് പറയണോ? ഞാൻ ജോലിക്ക് പോയിട്ട് കാശ് കൊണ്ടുവരില്ലേ, അതുപോലെ വീട്ടിലേക്ക് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ എന്താ? പറ്റില്ല. മൂർഖന്മാരാണവർ. അങ്ങനെ ആവരുത്. ഉദയത്തിന് മുമ്പേ എണീറ്റ് ആ ഒരു കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങൾ ഈശ്വരാരാധന ചെയ്യുന്ന വേണം. ഇല്ലെങ്കിൽ വദന്തി ചാടുകാൻ മൂഢ. അവർ വലിയ കേമന്മാരായിട്ട് പറയണതൊക്കെ വിഡ്ഢിത്താവും. പറയുന്നോണ്ട് കാര്യമില്ലല്ലോ. പറയുന്നതിന് പ്രമാണം വേണം. അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശ്രേയസ് ഉണ്ടാവണം. ഉദയത്തിന് മുമ്പ് എണീറ്റ് കുളിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ആണ് ഉന്നത വിജയം ഉണ്ടാവുക. 8 മണി വരെ കിടന്നുറങ്ങി പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലേ, രാത്രി 10-12 മണി വരെ പഠിക്കുന്നുണ്ടാവും കുട്ടികൾ. 12 മണി രാത്രി പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. രാത്രി അസ്തമിച്ച് 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്കുള്ളതല്ല യാമം. അടുത്ത യാമം ഒരു 8:30 കഴിഞ്ഞാൽ പിന്നെ യാമങ്ങൾ മാറും. പിന്നെ ഭദ്രകാളി യാമാണ്.
ചോറ്റാനിക്കരയിലൊക്കെ നോക്കൂ, ഈ രാത്രി 8:30-ക്ക് ശേഷമാണ് ഗുരുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം എന്താ, ആ ഒരു സന്ധ്യായാമം കഴിഞ്ഞിട്ട് വേണം, അസ്തമിച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം. ഒരു 6 മണിക്കൊക്കെ അസ്തമിച്ചാൽ ഒരു 8:30 കഴിയുമ്പോഴേക്കും ആ ഒരു ഗുരുതി കാര്യങ്ങൾ അല്ലേ. എവിടെയെങ്കിലും രാവിലെ 7 മണിക്ക് ഗുരുതി കേട്ടിട്ടുണ്ടോ അമ്പലത്തിൽ? ഗുരുതി തർപ്പണങ്ങൾ ഇല്ല. കാരണം എന്താ, അത് ഭദ്രകാളിയാമാണ്. ആ ഭദ്രകാളിയാമത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാനുള്ളതല്ല, നമുക്ക് കിടന്നുറങ്ങാനുള്ള യാമ. ദേവി ഭദ്രമായിട്ട് ആ ശ്മശാനത്തിലൊക്കെ വന്നിട്ട് ഭദ്രകാളി നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സമയമൊക്കെയാണ്. ആ സമയത്ത് എന്ത് കർമ്മം ചെയ്താലും അത് വേണ്ട പോലെ ഫലിക്കില്ല. പ്രഭാതം അങ്ങനെയല്ല. ഉദയത്തിന് മുമ്പുള്ള 3 മണിക്കൂർ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഒരു തവണ വായിച്ചാൽ മതി, മനസ്സിലൂടെ ഹൃദയസ്ഥമായിക്കോളും. ഇത് ചെയ്യാത്തവരൊക്കെ എന്താണ്, ഈ ഈശ്വര നിഷേധം, അറിവുള്ളവർ പറഞ്ഞു തന്നതിനെ നിഷേധിക്കുന്നവരൊക്കെ ആരാ? അവരൊക്കെ ഈശ്വര നിഷേധികളാണ് എന്ന് പറയണു. അവർക്ക് ഐശ്വര്യം ഉണ്ടാവില്ല, വിദ്യ ഉണ്ടാവില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്ന കാര്യമില്ല, ആ സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടില്ല എന്ന് പറയുക. അപ്പോൾ ഈശ്വരചിന്തയില്ലാത്ത ആളുകൾക്ക് പ്രഹ്ലാദൻ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ട്, സർവത്ര താപത്രയ ദുഃഖിതാത്മാ, അവർക്ക് എല്ലാം കൊണ്ടും ദുഃഖമാവും ഉണ്ടാവുക. അപ്പോൾ നിമഹാരാജ് വീണ്ടും ചോദിക്കുകയാണ്, കസ്മിൻ കാലേസു ഭഗവാൻ കിം വർണ്ണ കീദൃശോ നൃഭി നാമനാവാ കേന വിധിന പൂജ്യതേ തദീഹോച്യതാം. ഓരോരോ കാലത്തും ഉള്ള ഈശ്വരാരാധന എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, മറ്റ് യുഗങ്ങളിലെ കാര്യം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോൾ വരാൻ പോണെന്ന് കലിയുഗമല്ലേ, എന്നാലും ഒന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. കൃതയുഗത്തിൽ ഭഗവാൻ വെളുത്ത നിറത്തോടുകൂടി 4 കൈകളോടുകൂടി ആ വൽക്കലം ധരിച്ച് കൃഷ്ണമൃഗത്തിൻ്റെ തോലും ധരിച്ചുകൊണ്ട് ആ കമണ്ടലുമൊക്കെ പിടിച്ചുകൊണ്ട് രൂപമാണ് അത്രേ ഭഗവാൻ. അതുകൊണ്ട് തപസ്സുകൊണ്ടാണ്. കൃതയുഗത്തിൽ എല്ലാവരും കൃതകൃത്യന്മാരായിരുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് കൃതയുഗത്തിൽ തപസ്സിനാണ് പ്രാധാന്യം. കണ്ണടച്ചാൽ മനസ്സ് ഭഗവാനിൽ എങ്ങനെ ഉറച്ചു നിൽക്കും. പക്ഷേ കലിയുഗത്തിൽ നമുക്ക് കണ്ണടച്ചിട്ടിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപം ചിന്തിക്കാൻ പുറപ്പെട്ടാൽ ഗുരുവായൂരപ്പൻ അല്ലാണ്ട് ബാക്കിയുള്ള രൂപമൊക്കെ കയറി വരും, ഗുരുവായൂരപ്പൻ്റെ രൂപം മാത്രം കയറി വരില്ല. അത് കലിയുഗത്തിൽ പറ്റില്ല എന്ന് പറയണ്ടേ. കലിയുഗത്തിൽ പറ്റണമല്ല, കൃതയുഗത്തിലാണ് തപസ്. അത് കഴിഞ്ഞ് ത്രേതായുഗമാകുമ്പോഴേക്കും അവിടെ ഭഗവാൻ രക്തത വർണ്ണോ, ആ ചുവന്ന നിറമായി മാറി ഇത്രേ. അവിടെ 4 കൈകൾ തന്നെയാണ്, പക്ഷേ കയ്യിൽ സുറുക്ക് ഒക്കെയാണ് അത്രേ, സ്രുവം ജുഹു ഒക്കെയാണ്. അത് ഹോമത്തിനുള്ളതാണ്. അഗ്നിയിൽ കൊണ്ടുപോയി ഹോമിക്കുന്ന ഈശ്വരോപാസനയാണ് ത്രേതായുഗത്തിലുണ്ടായിരുന്നത്, യാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിരംഗൈശ്ച ലക്ഷണൈരുപലക്ഷിത. ദ്വാപരയുഗത്തിൽ ഭഗവാൻ മഞ്ഞപ്പെട്ടുകൊടുത്തുകൊണ്ട് കറുത്ത വർണ്ണത്തിൽ ആണ് ഉള്ളത്. ആ ഭഗവാന്റെ രൂപത്തെ പൂജിക്കുകയാണ് ചെയ്തത്. സ്തുതിച്ചുകൊണ്ട് പൂജിക്കുക, മന്ത്രങ്ങളെ കൊണ്ട് വേദ ഉപാസനാ മാർഗപ്രകാരം പൂജിക്കുക ഭഗവാനെ. കുളിപ്പിക്കുക, വസ്ത്രങ്ങൾ അണിയിക്കുക, ആഭരണങ്ങൾ അണിയിക്കുക, നിവേദ്യങ്ങൾ സമർപ്പിക്കുക, അർച്ചനകൾ ചെയ്യുക, മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുക ഒക്കെയാണ്. വേദമാർഗത്തിലൂടെ പൂജിക്കുകയാണ് ചെയ്യുക. അവിടെ നമസ്തേ വാസുദേവായ നമസ്സംഗൃഹണായ ച പ്രദ്യുമ്നായ നിരുദ്ധായ തുഭ്യം ഭഗവതേ നമഃ. പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും സംഗ്രഹനായിട്ടും വാസുദേവനായിട്ടും ഒക്കെ ഭഗവാനെ പൂജിക്കുകയായിരുന്നു അത്രേ അവിടെ. ഇത് ദ്വാപര ഉർവീഷ, അത് പൂജ ദ്വാപരയുഗത്തിലാണ്. കലിയുഗത്തിൽ എന്താ അവസ്ഥ? കലിയുഗത്തിലാണെങ്കിൽ കലിയുഗത്തിൽ കൃഷ്ണവർണ്ണം ദുഷാകൃഷ്ണം, ഈ കൃഷ്ണവർണ്ണത്തിൽ ദ്വാപരത്തിൽ പൂജിച്ച ഭഗവാനുണ്ടല്ലോ, ശ്രീകൃഷ്ണ ഭഗവാൻ, ആ കൃഷ്ണനെ നാമം കൊണ്ട് ഭജിക്കുക. ഭഗവാന്റെ അവതാരങ്ങളെ ഭജിക്കലാണ് കലിയുഗത്തിൽ. ധ്യേയം സദാ പരിഭവഗ്നം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്ഥിഹം പ്രണതബാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. ശിവവിരിഞ്ച, ആ പെരുന്തിട്ടദേവരും അമയൂരപ്പനും ബ്രഹ്മദേവനും ഒക്കെ വന്ദിക്കുന്ന ശ്രീഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ വന്ദിച്ച് ഭഗവാന്റെ കഥകൾ ഭാഗവതം കേൾക്കുക, ഭാഗവതം കേൾക്കുക. പിന്നെയോ തെക്വാ സുദുസ്ത്യജ സുരേപ്സിത രാജ്യലക്ഷ്മിയും ധർമ്മിഷ്ഠ ആര്യവചസ യതകാതരണ്യം മായാമൃഗം ദൈതവിംസിതം അന്വതാവൽ വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി രാജ്യവും എല്ലാം വിട്ടുപോയ ആ മഹാത്മാവായിട്ടുള്ള ശ്രീരാമചന്ദ്രനില്ലേ, ശ്രീരാമചന്ദ്രൻ്റെ കഥ വായിക്കുക, രാമായണം വായിക്കുക, ഭാഗവതം കേൾക്കുക. രണ്ടും കേട്ടാൽ പോരാ, രാമായണം വായിക്കുക തന്നെ വേണം, ഭാഗവതം വായിച്ചോളൂ, അവിടെ കേൾക്ക് തന്നെ വേണം.
ഇനിയിപ്പോൾ ഇത് രണ്ടും വായിക്കാനോ കേൾക്കാനോ സമയം കിട്ടിയില്ലെങ്കിൽ രാമായണ സാരമാണ് രാമ എന്ന രണ്ടക്ഷരം, ഭാഗവത സാരമാണ് കൃഷ്ണ എന്ന രണ്ടര അക്ഷരം. ഇത് ചേർത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി ഇസ്കോൺകാരാണെങ്കിൽ ആദ്യം കൃഷ്ണൻ്റെ നാമം ചൊല്ലും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് ആരുടെ നാമം ചൊല്ലിയാലും കുഴപ്പമില്ല. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ. ചിലർ തർക്കമാണ്, ഈ അവർ കൃഷ്ണനാമം ആദ്യം ചൊല്ലണോ ഇവർ രാമനാമം ആദ്യം ചൊല്ലണോ, നമ്മൾ ഏത് നാമം ചൊല്ലണം അല്ലേ? ഈ രാമകൃഷ്ണ രണ്ട് നാമത്തെക്കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചുള്ളൂ. എഴുത്തച്ഛൻ ഒരു കോടി കോടി തവ തിരുനാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടിക്കണക്കിന് തിരുനാമങ്ങൾ, അതിൽ ഏതെങ്കിലും ഒന്ന് ജപിക്കൂ അല്ലേ? ഈ തർക്കമാണ് ഏതാദ്യം ജപിക്കണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് ജപിച്ചാൽ പോരെ, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടുണ്ട്. നാമത്തിൻ്റെ കാര്യത്തിൽ നാമം പാടുക വേണ്ടത്, അവിടെ പാടാത്തതൊന്നുമില്ല. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ട് അമ്മയെന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ ലോകത്തിന് മുഴുവൻ അമ്മയാണ് ഗുരുവായൂരപ്പൻ, ഗുരുവായൂരപ്പൻ്റെ വയറ്റിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ വന്നത് എന്ന് പറഞ്ഞു. നിങ്ങളെന്താ ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നാരായണ ജപിക്കേണ്ട അമ്മയെന്ന് വിളിക്കണത് ചോദിച്ചാൽ വേറൊരു അമ്മയുണ്ടോ ലോകത്തിന് ഗുരുവായൂരപ്പനല്ലാണ്ടേ? ഈ നാമം ഏതാ വേണ്ടത് തർക്കിക്കുകയല്ല, ഏതെങ്കിലും ഇങ്ങോട്ട് നാമം ജപിച്ചോളൂ. ഏതെങ്കിലും ഒരു നാമത്തെ നാവിൽ ഉറപ്പിക്കണം. ഞാൻ ഈ നാമമാണ് എൻ്റെ നാവിൽ ഉറപ്പിക്കണത്. അപ്പം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി ഏതാ നാമം എന്ന്. അത് കാലം വന്ന് വിളിച്ചാലും ആ നാമം നാവിൽ വന്നോളണം, അതിനെപ്പോഴും നാവിൽ. കാലം വന്ന് പോവുകയല്ലേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ന് അല്ല വിളിക്കേണ്ടത്, അയ്യപ്പാ എന്ന് വിളിക്കണം. അയ്യോ എന്നങ്ങനെ നായൊന്ന് വന്നു വെച്ചാൽ ഒന്ന് കൂടെ പാന്ന് കൂടി ചേർത്താൽ മതി, അയ്യപ്പാന്നാക്കിയാൽ മതി. ഹരേ നമ എന്ന് ജപിക്കാനല്ലേ ഭാഗവത അവസാനം ഹരേ നമ ഇത്യുച്ചൈർ. ഏതോ ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമങ്ങൾ ഉറക്കം ജപിക്കൂ എന്ന് പറയുക. പിന്നെ നാമം ജപിക്കൂ എന്ന് പറയാനായി കലിയുഗത്തിൽ ദക്ഷിണ ഭാരതത്തിൽ കുറച്ച് ഭക്തന്മാരുണ്ടാവും എന്നാണ്. കുറച്ച് പേരുണ്ടാവും, കുറേശ്ശെ ഉണ്ടാവും എന്നാണ് പറയണത്. പക്ഷേ എങ്ങനെയുള്ളവരാ? കൊജിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിഷ. കുറച്ച് ഭക്തന്മാരുണ്ടാവും, ദ്രാവിഡ ദേശത്താവും കൂടുതലുണ്ടാവുക. താമ്രപർണി, കൃതമാല, പയസ്വിനി തുടങ്ങിയ നദീതീരങ്ങളിൽ, കാവേരി, മഹാപുണ്യ, പ്രതീജീജ മഹാനദി, പടിഞ്ഞാട്ടൊഴുകുന്ന നദികളായ ഭാരതപ്പുഴയുടെയൊക്കെ തീരത്ത് ഭക്തന്മാർ ഉണ്ടാവും. പട്ടേരിപ്പാട് പറയുന്നുണ്ട്, ഞാനും ഭാരതപ്പുഴയുടെ തീരത്ത് ജനിച്ച ഒരാളാണ് കേട്ടോ ഭഗവാനെ, ഈ കൂട്ടത്തിൽ ഞാനും പെടുവോ? നാമം ജപിക്കൂ എന്ന് പറയണ ആളുകളിൽ ദേവർഷിമാർ പിതൃക്കൾ പറയണു, കലിയുഗത്തിൽ ജനിച്ച ആളുകൾ കൃതാദിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം. കൃതയുഗത്തിൽ ജനിക്കുന്നവർ പോലും ആഗ്രഹിക്കണത് കലിയുഗത്തിൽ വന്ന് ജപിക്കാനാ. കാരണം നാമജപം കൊണ്ട് എല്ലാ വിഷമങ്ങളും തീരുവേ. ഒരു ചെലവുമില്ലാത്ത ഈശ്വരോപാസനയല്ലേ നാമജപം. ഇതെന്നങ്ങനെ ജപിക്കുകയേ വേണ്ടൂ. നാരദ മഹർഷി പറയുകയാണ്, ഹേ വസുദേവരേ, അങ്ങയുടെ മക്കളായ രാമൻ്റെയും കൃഷ്ണൻ്റെയും നാമമാണ് കലിയുഗത്തിൽ വിഷമങ്ങളൊക്കെ മാറാൻ എല്ലാവരും ജപിക്കുക. ആ പുത്രന്മാരെ പുത്രതാമകമൽ യദ്വാം ഭഗവാൻ ഈശ്വരോ ഹരി. അങ്ങയുടെ പുത്രന്മാർ ബലരാമനും കൃഷ്ണനും ആരാന്നറിയോ? സാക്ഷാൽ ഈശ്വരന്മാർ തന്നെയാണ് എന്ന് ചിന്തിച്ചോളൂ എന്ന് പറയുകയാണ്. ഉറപ്പിച്ചോളൂ പുത്രന്മാരുടെ പേര് അല്ലേ. സ്വന്തം പുത്രൻ്റെ പേര് ജപിച്ചുകൊണ്ടാണ് അജാമിളന് മുക്തി കിട്ടിയത്. അജാമിളൻ്റെ ഒരു മകനെ ഭഗവാന്റെ പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങയുടെ രണ്ട് കുട്ടികൾക്ക് ഭഗവാന്റെ പേര് മാത്രമല്ല സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. വസുദേവർക്ക് അങ്ങോട്ട് ബോധ്യമായി തരേ. വസുദേവ നാരദ സംവാദമാണ് നിമി നവയോഗി സംവാദമായിട്ട് പറഞ്ഞത്. കരഭാജനാണ് ഈ നാമമാഹാത്മ്യവും കലിയുഗത്തിലെ ഉപാസനയൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പോഴാണ് ദേവന്മാർ വരണത്. ദേവന്മാർ ദ്വാരകയിലെത്തിയിട്ട് പറയുക, ഭഗവാനെ 125 വർഷമായി അവിടുന്ന് ഈ ഒരു അവതാരം സ്വീകരിച്ചിട്ട്. അന്ന് ഭൂമിദേവി വല്ലാണ്ട് വിഷമിച്ചപ്പോൾ ഭൂമിദേവിയോടുകൂടി ദേവന്മാരോടുകൂടി ത്രിമൂർത്തികളെല്ലാവരും കൂടി ഗോലോകത്ത് വന്ന് രാധാസമേതനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ് അത്രേ. ഭാഗവതത്തിൽ വൈകുണ്ഠത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നേ കാണുള്ളൂ. വൈകുണ്ഠനാഥന് പ്രത്യക്ഷപ്പെട്ടില്ല, ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ തോന്നിച്ചു എന്ന്. എന്നാൽ ഗർഗഭാഗവത്തിൽ അങ്ങനെയല്ല. ത്രിമൂർത്തികൾ കൂടി വിഷ്ണുവും കൂടി ചെന്നിട്ട് ഗോലോകത്ത് ചെന്നു അത്രേ. അവിടെ കൃഷ്ണാ തീരെ കോകില കേളികീരേ ഗുഞ്ചാ പുഞ്ചേ ദേവപുഷ്പാദി കുഞ്ചേ കമ്പുഗ്രീവൗ ക്ഷിപ്തബാഹോ ചലന്തൗ രാധാകൃഷ്ണൗ മംഗളം മേ ഭവേതാം.
ആ യമുനാതീരത്ത്, എവിടുത്തെ യമുനാതീരം? ഗോലോകത്തുള്ള യമുനാതീരത്ത്, ആ യമുനയിലേക്ക് 2 കാലിറക്കി വെച്ചുകൊണ്ട് യമുനാതീരത്ത് ഇരുന്നു കൊണ്ട് രാധാദേവിയുടെ ശംഖ് പോലെ വെളുത്ത ആ ഒരു തോളിൽ കൈയിട്ടുകൊണ്ട്, രാധാദേവി കണ്ണൻ്റെ കയ്യിൽ തോളിട്ടുകൊണ്ട് കണ്ണൻ വിളിക്കുന്ന ഓടക്കുഴൽ അങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ രാധാകൃഷ്ണന്മാരെ കണ്ട് രാധാകൃഷ്ണന്മാരോട് പ്രാർത്ഥിക്കുകയാണ്, ഭൂമിയിൽ വന്ന് അനുഗ്രഹിക്കണേ, ഭൂമിയിൽ വല്ലാണ്ട ദുഷ്ടന്മാർ. അപ്പോഴാണ് കൃഷ്ണൻ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയണതും. അങ്ങനെ കൃഷ്ണനോട് പോയാൽ പറ്റുമോ? എനിക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, എനിക്കും വരണം എന്ന് പറഞ്ഞ് രാധാദേവി എന്നാൽ രാധാറാണിയും വന്നോളൂ എന്ന് പറയുക. അങ്ങനെ ഞാൻ വരണമെങ്കിൽ കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട്, വെറുതെ അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല, വെറുതെ വരാൻ പറ്റില്ല. അങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചപ്പോൾ ഗോവർദ്ധനം വേണം, ഗോലോകം വേണം, വൃന്ദാവനം വേണം, ഗോക്കൾ വേണം, ഗോപികമാർ വേണം, യമുനാ നദി വേണം എന്ന് പറഞ്ഞ് അവരെല്ലാം ആ ഗോലോകത്ത് നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യണത്. ഇന്ന് വൃന്ദാവനത്തിൽ കാണുന്ന 84 കോസ് 252 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ ഒരു അനന്തഭൂമി ഗോലോകത്തു നിന്ന് ഭഗവാൻ കൊണ്ടുവന്ന് തന്നെയാണ്. എന്നിട്ട് രാധാദേവിയെ അവിടെ റാവൽ എന്ന പ്രദേശത്ത് ഒരു ജലാശയത്തിൽ ഒരു താമരപ്പൂവിൽ വന്ന് കിടക്കുകയാണ് അത്രേ രാധാറാണി. രാധാറാണി ഒരാളുടെ ഗർഭത്തിൽ നിന്ന് വന്നതല്ല, ഒരു ഗർഭത്തിൽ ഉൾക്കൊള്ളാവുന്ന ഭാവമല്ല രാധാറാണിക്ക്. ആ രാധാറാണിയെ വ്രജത്തിലെ രാജാവായിട്ടുള്ള വൃഷഭാനുവിന് ഒരു താമര ഇലയിൽ നിന്നാണ്, താമര പൂവിൽ നിന്നാണ് കിട്ടിയത്. ആ വൃഷഭാനു ആ രാധാറാണിയെ കുട്ടിയെ എടുത്ത് വളർത്തി വ്രജത്തിൻ്റെ റാണിയാക്കി മാറ്റി. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ആ രാധാദേവിയുടെ ആ ഒരു പ്രേരണ കൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ രാധാദേവിയെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? രാധാസഹായം അതിസുന്ദരമന്ദഹാസം എന്ന് ചൊല്ലാറില്ലേ? ഭഗവാൻ ചിരിക്കണത് രാധാദേവിയുടെ ആ ഒരു പ്രേരണ കൊണ്ടാണ്, സഹായം കൊണ്ടാണ്. മറ്റവതാരങ്ങളിലൊന്നും ഭഗവാൻ ചിരിച്ചിട്ടില്ല. നരസിംഹാവതാരത്തിൽ പരശുരാമൻ ശ്രീരാമനൊക്കെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ആരേ കാണുള്ളൂ? രാധാദേവിയോട് കൂടിയുള്ള ആ കണ്ണൻ്റെ അവതാരത്തിൽ മാത്രമേ ഉള്ളൂ പുഞ്ചിരിക്കണ ആ ഭഗവാനെ മാത്രമേ തുമന്ദഹാസം എന്ന് വേറൊരു അവതാരത്തിലും പറഞ്ഞിട്ടില്ല.